BSNL കുറച്ചധികം നല്ല പ്ലാനുകൾ പറഞ്ഞിട്ട്, അതായത് വളരെ വിലക്കുറവിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് പ്ലാനുകൾ പറഞ്ഞുതരാം. അതിനകത്ത് BSNL ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്ന ഒരു പ്ലാനാണ് 94 രൂപയുടെ പ്ലാൻ എന്ന് പറയുന്നത്. ഇത് BSNL കേസിൽ മാത്രമല്ല, ജിയോ, എയർടെൽ, വോഡഫോൺ ഏത് സിം എടുത്താലും അതിലൊന്നും തന്നെ ഈ ഒരു 100 രൂപ താഴെ ഇത്രയും കുറഞ്ഞൊരു പ്ലാൻ ഇല്ല. നിലവിൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും വില കുറഞ്ഞ ഒരു പ്ലാനാണ് 94 രൂപയുടെ BSNL പ്ലാൻ. ഇത് ചെയ്താൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ 30 ദിവസത്തെ വാലിഡിറ്റി കിട്ടും, 200 മിനിറ്റ് കോൾ കിട്ടും, 3 GB ടോട്ടൽ ഡാറ്റ കിട്ടും. ഇതാണ് ഈ ഒരു പ്ലാനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഒരുപാട് ഡാറ്റ ഉപയോഗിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഒരുപാട് കോൾ ചെയ്യുന്നവർക്കൊന്നുമല്ല, ഒരു സെക്കൻഡറി സിമ്മായിട്ട് BSNL കൺസിഡർ ചെയ്യുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്ലാനാണ് ഈ 94 രൂപയുടെ പ്ലാൻ എന്ന് പറയുന്നത്. സിം കട്ടാവാതെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്ലാനാണ്. അത്യാവശ്യം കോൾ ചെയ്യാം, അത്യാവശ്യം ഡാറ്റ ഉപയോഗിക്കാം. ഇപ്പൊ വീട്ടിൽ വൈഫൈ ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡാറ്റയുടെ ആവശ്യം വരുത്തില്ല, അല്ലെങ്കിൽ ഓഫീസിലും വീട്ടിൽ വൈഫൈ ഉള്ളവർക്ക് ജസ്റ്റ് പുറത്തു പോകുമ്പോൾ മാത്രമൊക്കെ നെറ്റ് ഒന്ന് ഉപയോഗിക്കാനൊക്കെ അങ്ങനെയുള്ള ഒരു സിം കട്ടാവാതെ ഇരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വളരെ മിനിമൽ ആയിട്ടുള്ള യൂസേജ് മാത്രമുള്ളവർക്ക് പരിഗണിക്കാവുന്ന ഒരു പ്ലാനാണ്. അല്ലാതെ 200 രൂപയോളം റീചാർജ് ചെയ്യേണ്ട ആവശ്യം ഇത്തരക്കാർക്ക് വരുന്നില്ല. അപ്പൊ ആ ഒരു പ്ലാൻ പരിഗണിക്കാവുന്നതാണ്. പിന്നെ മറ്റൊരു പ്ലാൻ എന്ന് പറയുന്നത് 107 രൂപയുടെ പ്ലാനാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 35 ദിവസത്തെ വാലിഡിറ്റി കിട്ടും, 200 മിനിറ്റ് കോൾ ചെയ്യാനായിട്ട് കിട്ടും, അതിനകത്ത് 3 GB ഡാറ്റ കിട്ടും. ഇതാണ് മറ്റേ പ്ലാനുമായിട്ട് നോക്കുന്ന സമയത്ത് ഇതിനകത്ത് 5 ദിവസത്തെ വാലിഡിറ്റി കൂടുതൽ കിട്ടും. മറ്റേ 30 ദിവസമേ ഉള്ളായിരുന്നു, ഇതിനകത്ത് ഒരു 5 ദിവസങ്ങൾ കൂടുതൽ കിട്ടും. അതാണ് 107 രൂപയുടെ ഈ ഒരു പ്ലാൻ ചെയ്താലുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇതും നമുക്ക് മിനിമൽ ആയിട്ടുള്ള യൂസേജിന് മാത്രമാണ് കൊള്ളാവുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ആകെ ടോട്ടൽ 3 GB മാത്രമേ ഉള്ളൂ. ഡെയിലി 3 GB കേസല്ല, ടോട്ടൽ 3 GB മാത്രമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു പ്ലാൻ എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു നല്ല രീതിയിലുള്ള പ്ലാൻ എന്ന് പറയുന്നത് 147 രൂപയാണ്. അതായത് ഇതിനകത്ത് 30 ദിവസത്തെ വാലിഡിറ്റി കിട്ടും, കോൾസ് അൺലിമിറ്റഡ് കോൾസ് കിട്ടും, ഡാറ്റ എന്ന് പറയുന്നത് ടോട്ടൽ 10 GB കിട്ടും. ഡെയിലി ലിമിറ്റഡ് അല്ല, അൺലിമിറ്റഡ് 10 GB ആണ്. മൊത്തം 10 GB 30 ദിവസത്തേക്ക് കിട്ടുന്ന പ്ലാനാണ് 147 രൂപയുടെ പ്ലാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡാറ്റയൊന്നും അധികം യൂസ് ചെയ്യാത്ത എന്നാൽ അൺലിമിറ്റഡ് കോളും കിട്ടും. ആ ഒരു രീതിക്കുള്ളവർക്ക് പരിഗണിക്കാവുന്ന പ്ലാനാണ് 147 രൂപയുടെ പ്ലാൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറച്ചുകൂടി നല്ല മറ്റൊരു പ്ലാൻ എന്ന് പറയുന്നത് 153 രൂപയുടെ പ്ലാൻ ഉണ്ട്. അതാണെങ്കിൽ 26 ദിവസത്തെ വാലിഡിറ്റി കിട്ടും, കോൾസ് അൺലിമിറ്റഡ് ആണ്, ഡാറ്റ 26 GB ആണ് കിട്ടുക. അപ്പോൾ ഡാറ്റയ്ക്ക് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുന്നത്, ഇന്റർനെറ്റ് കുറച്ചുകൂടി കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പരിഗണിക്കാവുന്ന ഒരു പ്ലാനാണ് ഇത്. ഇത് ഡെയിലി ലിമിറ്റ് കാര്യങ്ങളൊന്നുമില്ല, മൊത്തം 26 GB കിട്ടും. നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് വേണമെങ്കിൽ തീർക്കാം, 26 ദിവസം കൊണ്ട് വേണമെങ്കിലും തീർക്കാവുന്നതാണ്. പിന്നെ മറ്റൊരു പ്ലാൻ എന്ന് പറയുന്നത് 199 രൂപയുടെ പ്ലാനാണ്. 30 ദിവസത്തെ വാലിഡിറ്റി കിട്ടും, കോൾസ് അൺലിമിറ്റഡ് ആണ്. ഇതിനകത്താണെങ്കിൽ 2 GB പെർ ഡേ കിട്ടും. അപ്പോൾ ഈ 199 രൂപ മുതലാണ് ഡെയിലി ലിമിറ്റ് വരുന്ന പ്ലാനുകൾ തുടങ്ങുന്നത്. അതായത് കോൾസ് നമുക്ക് എത്ര വേണം വിളിക്കാൻ പറ്റും, പക്ഷേ ഡാറ്റയുടെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും 2 GB പെർ ഡേ, അതായത് ഒരു ദിവസം 2 GB ആണ് പരമാവധി കിട്ടുക. പിന്നീട് സ്ലോ ആയിട്ടുള്ള സ്പീഡ് 40 Mbps ആയിട്ട് സ്പീഡ് റെഡ്യൂസ് ആവും, ആ ഒരു രീതിയിലേക്ക് സ്പീഡ് കുറയും. അതാണ് ആ ഒരു പ്ലാനിനകത്ത് വന്നിരിക്കുന്നത്. അടുത്തൊരു പ്ലാൻ എന്ന് പറഞ്ഞാൽ 229 രൂപയുടെ പ്ലാനാണ്. അതും ഒരു മാസത്തെ വാലിഡിറ്റി വന്നിരിക്കുന്ന പ്ലാനാണ്. അൺലിമിറ്റഡ് കോൾസ് കിട്ടുന്നത് 2 GB പെർ ഡേ, അതാണ് അവിടെ കിട്ടുക എന്നുള്ളത്. അതും മറ്റേ പ്ലാനും തമ്മിൽ വലിയൊരു വ്യത്യാസവും കാര്യങ്ങളൊന്നും വരുന്നില്ല. ബാക്കി പ്രൈവറ്റ് സിമ്മുകളിൽ നിന്നും BSNL പോർട്ട് ചെയ്ത് വരുന്നവർക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് റീചാർജ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്ലാൻ എന്ന് പറയുന്നത് 108 രൂപയുടെ പ്ലാൻ ഉണ്ട്. അത് ചെയ്ത് തന്നെ 28 ദിവസത്തെ വാലിഡിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും, കോൾസ് 1 GB പെർ ഡേ കിട്ടും. അത് ഫസ്റ്റ് റീചാർജിന് മാത്രമേ ഉള്ളൂ. അതായത് വേറെ സിമ്മിൽ BSNL പോർട്ട് ചെയ്ത് വരുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാനാണ് 108 രൂപയുടെ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമൊക്കെയാണ് ഈ അത്യാവശ്യം ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന കുറച്ച് പ്ലാനുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്ലാനുകൾ ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്ന വീഡിയോ ചെയ്തത്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.